ഇന്ന് ഞാനിവിടെ സാധാരണയായി ഇവിടെ സ്ഥിരം വയ്ക്കുന്ന ഒരു മീൻകറി ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് ഞാൻ എടുത്തേക്കുന്ന 3-4 മുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ അരമുറി തക്കാളി, മീൻ ചാളയാണ് മീൻ. ഇഞ്ചി വെളുത്തുള്ളിയും ഇതെല്ലാം ഞാനൊന്ന് അരിയിട്ട് മീൻകറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. തീയരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുപ്പിലങ്ങ് വെക്കും. അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് എല്ലാം റെഡിയാവും. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങ അരച്ചാണ് ഞാൻ വെക്കുന്നത്. തേങ്ങ അരയ്ക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ തികച്ചെടുത്തില്ല, മല്ലിപ്പൊടി ഞാൻ കുറച്ചേ ഇടുകയുള്ളൂ, 1/2 സ്പൂൺ, തേങ്ങ ആവശ്യത്തിന്. തേങ്ങയ്ക്കൊക്കെ എന്ത് വിലയാണ്! തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഭയങ്കര വിലയാണ്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാടങ്ങ് തേങ്ങ അങ്ങ് അരയത്തില്ല, കുറച്ചൊന്ന് അരയ്ക്കത്തേ ഉള്ളൂ. ഒരു ചെറിയ ഉണ്ട പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഉലുവ ഇട്ട് കടുകിട്ട് നമുക്ക് ആ ഇഞ്ചി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. അടുപ്പിലായതുകൊണ്ട് പെട്ടെന്നങ്ങ് ശരിയാവും. നമുക്ക് ചെറിയ ഉള്ളി അതുകൂടി ഇടാം. അത് മൂത്ത് വരട്ടെ. ചട്ടി മൺചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്നതാണ്. പച്ചമുളക്, ഇനി നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളകും തക്കാളിയും കൂടെ ഇടാം. ചെറിയ ചട്ടിയാണ്, നമുക്ക് കുറച്ച് കറി മതിയല്ലോ, അതുകൊണ്ട് ചെറിയ ചട്ടിയിലാണ് വയ്ക്കുന്നത്. ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അടുപ്പിന് നന്നായിട്ട് തീ എരിയുന്നുണ്ട്. ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചതിനകത്തോട്ട് ഒഴിക്കാം. എരിവിന് ഞാൻ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കാം. പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പിടാം. ഉപ്പ് ഞാൻ പരലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിനകത്തോട്ടിടാം. ഇനി തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് പറ്റി. കറി റെഡിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കറി റെഡിയായിട്ടുണ്ട്.